കെ പ്രശാന്ത് ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രശാന്ത്, വളരെയധികം ദുർഘടമായ രീതിയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുങ്ങൽ വിദഗ്ധർക്കൊക്കെ വളരെയധികം കഷ്ടപ്പെട്ട് തന്നെ ഈ ജോലി നിർവഹിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ശ്രദ്ധേയം. ഒപ്പം ഈ റോബോട്ടിക് ക്യാമറയിൽ നേരത്തെ ചില ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു, അത് ജോയിയുടേത് എന്ന് സംശയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിലത്തെ വിവരങ്ങൾ അനുസരിച്ച് റോബോട്ടിക് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ജോയിയുടേതല്ല എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾ പിന്നിടുകയാണ് എന്നുള്ളതും ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? രക്ഷാപ്രവർത്തനം, അതായത് ജോയിയെ തേടിയുള്ള തെരച്ചിൽ തുടങ്ങിയിട്ട് ഏകദേശം 27 മണിക്കൂർ ആയിരിക്കുന്നു. ഇപ്പോഴും ജോയിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താൻ ഇപ്പോഴും ഈ തിരച്ചിൽ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. നേരത്തെ റോബോട്ടിക് ക്യാമറ അകത്തേക്ക് പോയിരുന്നു. ആ ക്യാമറയിൽ ചില ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ശരീരഭാഗങ്ങൾ ഇത്തരത്തിൽ ജോയിയുടേതാകാമെന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് അങ്ങനെ അല്ല എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഒരു തരത്തിലും, അതായത് ഇതുവരെ ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണവും സ്ഥിരീകരണത്തിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും തിരച്ചിൽ, പ്രത്യേകിച്ച് സ്കൂബ ഡൈവിംഗ് ടീം അടക്കം ഇപ്പോഴും ഉള്ളിലേക്ക് പോയി തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ പരിശോധന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാ സമയത്തും. അതായത് NDRFൻ്റെയും ഒപ്പം തന്നെ മറ്റ് സേനാ വിഭാഗങ്ങളുടെയും പരിശോധനയാണ് വളരെ കൃത്യമായി തന്നെ പോകുന്നത്. ഇനി ഏതൊക്കെ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഇപ്പോൾ നമ്മോടൊപ്പം കെ പ്രശാന്ത് MLA നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്ക് MLA യോട് ചോദിക്കാം. എങ്ങനെയാണ് ഇപ്പോൾ ഇവർ പറയുന്നൊരു വിവരങ്ങളൊക്കെ? അല്ല, ഇപ്പം നിലവിൽ ഒരു അവ്യക്തമായിട്ടുള്ള ചിത്രം ലഭിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതല്ല എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും തെരച്ചിൽ പരമാവധി എല്ലാ സംവിധാനങ്ങളും വിനിയോഗിച്ചിട്ട് നടത്തി. NDRF ടീമുണ്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ടീമുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, നഗരസഭയുടെ ജീവനക്കാരുണ്ട്. അവ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ഒരു കനാൽ കൂടിയാണിത്. അപ്പോൾ അത് ശുചീകരിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. നഗരസഭയ്ക്കും റെയിൽവേക്കും എല്ലാവർക്കും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അത് കൃത്യമായി ചെയ്യണമെന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടത്ര ആത്മവിശ്വാസം കൊടുക്കുക, അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നടക്കട്ടെ, വളരെ പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. അങ്ങിവിടെ നഗരപിതാവായിട്ടിരുന്നതാണ്. അതിനേക്കാൾ രൂക്ഷമായൊരു മാലിന്യ പ്രശ്നം ഇപ്പോൾ ഈ തലസ്ഥാന നഗരിയെ ബാധിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ആമയിഴഞ്ചൻ തോടുമായി ബന്ധപ്പെട്ടടക്കം നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അല്ല, ഇപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സിസ്റ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സമയത്ത് ഹരിതകർമ്മസേന ഇല്ല, ഇപ്പോൾ ഹരിതകർമ്മസേന ഉണ്ട്. പ്ലാസ്റ്റിക് എടുക്കാനുള്ള സംവിധാനം വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക് എടുക്കുകയാണ്. അപ്പോൾ പിന്നെയും വലിച്ചെറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി കഴിയും? അപ്പോൾ അത് എല്ലാവരും വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ആരെങ്കിലും അങ്ങ് ബ്ലെയിം ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഇതിനകത്ത് കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്തം എടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഇത് ക്ലീൻ ചെയ്തു, ഒരാഴ്ച കഴിഞ്ഞ് എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ഇതിനകത്ത് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. റെയിൽവേക്ക് ഈ സംവിധാനമില്ല. കരാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും കരാർ കൊടുത്തിട്ടുള്ളവർ എവിടെയാണത് നിക്ഷേപിക്കുന്നത്? അപ്പോൾ ഇത് എല്ലാവരും പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പ്ലാസ്റ്റിക് സംസ്കരിക്കാൻ നഗരസഭ ഇപ്പോൾ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്, സിസ്റ്റമുണ്ട്, അത് കളക്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നമുക്കതിൽ കൊടുത്താൽ മതി, ഒരു പ്രശ്നമില്ല, വലിച്ചെറിയേണ്ട കാര്യമില്ല. അത് ഉപയോഗിക്കാത്ത ആൾക്കാരെയാണ് നമ്മൾ ഈ അവസരത്തിൽ വിമർശിക്കേണ്ടത്. അപ്പോൾ എനിക്കിത് ഈ സമയത്ത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് കൂട്ടായിട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തേണ്ടത്. നേരത്തെ 2 തവണ നമ്മൾ ഈ കനാൽ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും റെയിൽവേ വലിയ നിലയ്ക്കുള്ള ഉടക്കുകൾ അതിനകത്ത് ഇട്ടിരുന്നു. സ്വാഭാവികമായിട്ടും അവരുടെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, മറ്റ് പ്രശ്നങ്ങളുണ്ട്, ഇതിൻ്റെ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളുണ്ട്. അത് അവരുമായിട്ട് സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പോഴും മേയർ അങ്ങനെയാണ് ചെയ്തത്. റെയിൽവേക്ക് കത്ത് കൊടുത്തു. ആ കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ തൊഴിലാളികളെ നിയോഗിച്ചത്. നമ്മൾ അതും കൂടി കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നഗരസഭ ആക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ശുചീകരണത്തിന് റെയിൽവേ തയ്യാറെടുത്ത് കാര്യങ്ങൾ ചെയ്തത്. അപ്പോഴാണ് ഈ ദുരന്തം ഉണ്ടായത്. അപ്പോൾ അത് വേണ്ടത്ര മുൻകരുതൽ കൂടി എടുക്കാത്തതിൻ്റെ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കാരണം ഇത് ചെയ്ത് നല്ല പരിചയമുള്ള നഗരത്തിൽ നിരവധി ആളുകളുണ്ട്, ഇറിഗേഷൻ വകുപ്പിൻ്റെ ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ചെയ്ത സമയത്ത് നമ്മൾ ഷട്ടർ വെച്ച് അടയ്ക്കുകയും ഒഴുക്ക് നിയന്ത്രിക്കുകയും തുടർന്ന് ഇതിനകത്ത് ഇറങ്ങി ക്ലീൻ ചെയ്യുകയും പിന്നീട് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഷട്ടർ തുറന്ന് വെള്ളം വലിയ നിലയ്ക്ക് ഫ്ലഷ് ചെയ്ത് പുറത്തേക്ക് വിട്ട് മറുഭാഗത്ത് മാലിന്യം കളക്ട് ചെയ്യുക എന്നുള്ള രീതിയാണ് 2000 സമയത്ത് കൈക്കൊണ്ടത്. നമ്മുടെ സമയത്ത് കൈക്കൊണ്ടത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡ് എടുക്കാത്തതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ വന്നത്. കാരണം ഇവിടെ ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ മഴ പെയ്യുന്നു.
വലിയ നിലയ്ക്ക് വളം പെട്ടെന്ന് വളരാൻ, കാരണം പല ഓടകളിൽ നിന്നും ചെറിയ ഓടകളിൽ നിന്നും വെള്ളം ഇതിലേക്ക് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഫ്ലോ കൂടും. ആ കൂടിയ ഒഴുക്കിലാണ് ഇദ്ദേഹം അപകടത്തിൽപ്പെടുന്നതിനിടയാക്കിയത്. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ മുൻകരുതലുകൾ സ്വീകരിക്കാത്തതിൻ്റെ കൂടി ഭാഗമാണ്. അപ്പോൾ ഇത്തരം പണികളിൽ ചെയ്യുമ്പോൾ ഇറിഗേഷൻ വകുപ്പിൻ്റെ പരിചയസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥരെയും പരിചയസമ്പന്നരായിട്ടുള്ള ഈ പ്രവൃത്തി എടുക്കുന്നവരുടെയും അനുഭവങ്ങൾ കൂടി വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഭാവിയിലും ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കഴിയും. ഇതാണ്, അതായത് നേരത്തെ ഒരു കൃത്യമായ മുൻകരുതലും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പരിചയമുള്ള ആളുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് ആ വി.കെ. പ്രശാന്ത് എം.എൽ.എ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ളൊരു പരിശോധന തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. സ്വാഭാവികമായും ഇനി ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്നു? ഇപ്പോൾ നിലവിൽ അതായത് ജോയിയെ കാണാതായ പ്രദേശത്ത് മാത്രമാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. നേരത്തെ സ്കൂബ ഡൈവിംഗ് ടീം റെയിൽവേയുടെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലെ മാൻഹോളിലേക്ക് ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു. അവർക്ക് പക്ഷേ അധിക ദൂരം ഉള്ളിലേക്ക് പോകാൻ പറ്റിയില്ല. വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ മാലിന്യ തിട്ടകളുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരമൊരു നീക്കം നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ചു കയറുന്ന സാഹചര്യം. ഇനി ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്ന് കൂടിയാലോചിച്ച തീരുമാനം എടുക്കും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. നന്ദു. പ്രശാന്ത്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. പക്ഷേ ഈ നിലവിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്കൂബ ഡൈവേഴ്സ് അടക്കമുള്ള രക്ഷാപ്രവർത്തകർ നിലവിൽ ഈ ജോയിയുടെ ഏതെങ്കിലും തരത്തിലൊരു ജീവൻ്റെ തുടുപ്പെങ്കിലും അവശേഷിപ്പിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നിലവിൽ വയ്ക്കുന്നുണ്ടാവും. കാരണം ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഇത്രയും മണിക്കൂറുകൾ പിന്നിടുന്നൊരു സാഹചര്യം കൂടിയുണ്ടല്ലോ. നന്ദു, അത് ഒരു നമ്മൾ വലിയ രീതിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ജോയിയുമായി ബന്ധമുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ ചില ബന്ധുക്കളെല്ലാം തന്നെ പറയുന്നത് പലതരത്തിലും, അതായത് നെയ്യാർ ഡാം അടക്കം തുറന്ന് വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ വരുന്ന സമയത്ത് ഈ മലവെള്ളപ്പാച്ചിലിനൊപ്പം നീന്തി തേങ്ങയടക്കം എടുക്കുക, അതിൽ നിന്ന് ഒഴുകി വരുന്ന വസ്തുക്കൾ എടുക്കുന്ന ഒരാളാണ് ജോയി എന്നുള്ളതാണ്. അതായത് അത്രയധികം ഇത്തരം ഒഴുക്കിലൊക്കെ നീന്താൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ജോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരം ഒരു സാഹചര്യം കൂടി പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇത്രയധികം സമയമായിട്ടുണ്ട്. ആദ്യ തുടക്കത്തിൽ കുറേയെങ്കിലും ആളുകൾ അല്ലെങ്കിൽ ജോയി അറിയാവുന്ന ആളുകൾ പറഞ്ഞത് ജോയി ചിലപ്പോൾ നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ടാകാം എന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം ആ തരത്തിൽ തന്നെ അല്ല. കാരണം ഇത്രയധികം മണിക്കൂറുകളായി ഇങ്ങനെ ഒഴുക്കിലൂടെ അധിക ദൂരം പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഇനി താഴത്തുണ്ട് എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ഒരു 50 മീറ്റർ 60 മീറ്റർ മാത്രമാണ് ഈ നിലവിൽ തിരച്ചിൽ നടത്തുന്ന ആളുകൾക്ക് മാലിന്യ കൂമ്പാരം മാറ്റി ഉള്ളിലേക്ക് ചെല്ലാൻ കഴിഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർക്കും പോകാൻ കഴിയാത്ത സാഹചര്യം. മാത്രമല്ല ഇത് നമ്മൾ മനസ്സിലാക്കുന്ന ഇതിനിടയ്ക്ക് ചില ഗ്രില്ലുകളുണ്ട്. ആ ഗ്രില്ലുകളെല്ലാം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴത്തെ സാഹചര്യം വലിയ പ്രധാനപ്പെട്ട കാര്യം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ പ്രവർത്തനം എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഷ്യാമിനോട് തന്നെ ചോദിക്കാം. ഷ്യാമെ, എവിടെ വരെ എത്തി സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ പ്രവർത്തനം? എങ്ങനെയാണ് അവർ തിരിച്ചു കയറിയ സാഹചര്യം? തുടക്കത്തിൽ തന്നെ ആദ്യ മിനിറ്റുകളിൽ NDRF സംഘമായിരുന്നു രാവിലെ 6:30 അവരുടെ മിഷൻ തുടങ്ങിയത്. ഇതിനുശേഷം വരുന്ന അരമണിക്കൂറിനകം 7 മണിയോടുകൂടി തന്നെ തുടക്കത്തിൽ സ്കൂബ ഡൈവിംഗ് സംഘം ഇവിടെ എത്തുകയും ചെയ്തു. ഇന്നലെ രാത്രിയോടെ നിർത്തിവെച്ച തെരച്ചിലായിരുന്നു രാവിലെയോടെ പുനരാരംഭിക്കുകയായിരുന്നു. തുടക്കത്തിൽ 1-നും 3-നും ഇടയിലുള്ള പ്ലാറ്റ്ഫോമിലായിരുന്നു, മാൻഹോളിലായിരുന്നു തുടക്കത്തിൽ ഇവരുടെ പരിശോധന. എന്നാൽ മുന്നോട്ട് 40 മീറ്റർ പോയപ്പോഴേക്കും ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഈ ടണലിൽ അടിഞ്ഞുകൂടിയൊരു സാഹചര്യമുണ്ട്. അത് നീക്കം ചെയ്യാനാത്ത സാഹചര്യത്തിൽ മുന്നോട്ടുള്ളൊരു നീക്കം അവർക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. തുടർന്ന് ഈ തിരിച്ചിറങ്ങുകയായിരുന്നു. ഇതിനുശേഷം വീണ്ടും മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിനിടയിലും ഈ ടണലിൽ കൂടിയിരിക്കുന്ന മാലിന്യം വലിയൊരു വെല്ലുവിളിയായി മാറിയിരുന്നു. തുടർന്ന് ഇത് മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഇതിനിടയിൽ ഉന്നതതല യോഗം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുകയും ചെയ്തു. ഇതിനിടയിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുമായുള്ള ഈ ടണലിൻ്റെ റൂട്ട് മാപ്പ് അടക്കമുള്ളവ കൊണ്ടുവന്ന് അതുമായി പരിശോധിച്ച ശേഷമായിരുന്നു കൂടുതൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തത്. പിന്നീട് ഈ 1-നും 3-നും ഇടയിലുള്ള ഈ ടണലിൽ ഇത്തരത്തിലൊരു ജോയിയെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ പിന്നീട് ഇവിടുന്ന് 4 തൊട്ടുള്ള പ്ലാറ്റ്ഫോമിന് പുറത്തേക്ക്, അതായത് പവർ ഹൗസ് റോഡിലേക്ക് പോകുന്ന ടണൽ കേന്ദ്രീകരിച്ചുള്ളൊരു ദൗത്യമാണ് പിന്നീട് ഇവർക്ക് മുന്നിലുള്ളത്. എന്നാൽ അത് കേന്ദ്രീകരിച്ചുള്ള തുടക്കത്തിൽ ഒരു സ്കൂബ ഡൈവിംഗിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയെങ്കിൽ അവിടെ മാലിന്യം അടിഞ്ഞുകൂടിയിരുന്നു പറയുന്നത്. അതായത് നിലവിൽ മന്ത്രി അടക്കം പറഞ്ഞ 170 മീറ്ററോളാണ് ദൂരം, ഇതിൽ 50 കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ NDRF-കാരടക്കം ഇപ്പോഴും പറയുന്നത് ഈ 50 മീറ്ററോ 60 മീറ്ററോ ഏതായാലും അകത്തേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിലേതെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ? നിലവിൽ 50-60 മീറ്റർ ഇവർ പറയുന്നൊരു വാദമാണ് പ്രധാനമായി NDRF ഉയർത്തുന്നത്. പക്ഷേ എന്നാൽ തുടക്കത്തിൽ തന്നെ ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് തുടക്കത്തിൽ 1-നും ഇടയിലേക്ക് ഈ തോടിൻ്റെ ഇവർ ഇന്നലെ ഈ ഒരു മാലിന്യം നീക്കിയ ഭാഗത്തുനിന്ന് 1-ാം പ്ലാറ്റ്ഫോമിൽ ഇടയിൽ പോകുമ്പോഴേക്കും ഗ്രില്ലുകളുണ്ട്. ഈ ഗ്രില്ലുകളിലേക്ക് പോകുമ്പോഴും ഈ ഭാഗത്ത് വളരെ വീതി കുറഞ്ഞ ഭാഗങ്ങളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 30 മീറ്റർ 40 മീറ്റർ എന്ന് പറയുന്ന ഒരു വാദം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുമോ എന്നുള്ള അവരുടെ ഒരു വാക്കുകൾ മാത്രമേ നമുക്ക് വിശ്വസത്തിൽ ഈ ഒരു ഘട്ടത്തിൽ എടുക്കാൻ സാധിക്കുകയുള്ളൂ. പ്രശാന്ത്,
അതിനാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഇടയ്ക്കുള്ള ഗ്രില്ലുകളിൽ തട്ടി ഒരുപക്ഷേ ജോയി ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവേണ്ടതാണ് സ്വാഭാവികമായും. അതുകൊണ്ടാണ് ഈ 60 മീറ്റർ ഇവർക്ക് തിരച്ചിൽ നടത്താൻ കഴിഞ്ഞിരുന്നു എന്നൊരു വാദത്തെ NDRF ഖണ്ഡിക്കുന്നത് പ്രധാനമായും. കാരണം അവർ തന്നെ പറയുന്നത് 15-20 മീറ്റർ മാത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം അപ്പോഴേക്കും തന്നെ കഴിയും. അങ്ങനെയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് തങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ജോയിയെ കാണേണ്ടതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എത്രത്തോളം ഈ ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞു എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതക്കുറവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ നമ്മളത്ര വ്യക്തതക്കുറവിനേക്കാൾ നമുക്ക് പ്രധാനപ്പെട്ടത് ജോയിയുടെ ജീവൻ തന്നെയാണ്. ജീവനോടെ എങ്കിലും നമുക്ക് ജോയിനോടെ തിരിച്ചു കിട്ടാൻ കഴിയുമോ എന്നുള്ളതാണ് എല്ലാവരും വിട്ടു നോക്കുന്നത്. പക്ഷേ മറ്റേതെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ആളെ തിരികെ കിട്ടുക എന്നുള്ളത്, ജീവൻ ഇല്ലെങ്കിൽ പോലും ആളെ കിട്ടുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത്തരത്തിലാണ് തീർച്ചയായും പ്രശാന്ത് സൂചിപ്പിച്ച വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കേരളം കാത്തിരിക്കുന്നു. ഒപ്പം പ്രശാന്ത്, ഈ രാത്രി ഏറെ വൈകിയും പല ജനപ്രതിനിധികളും ഈ സംഭവ സ്ഥലത്ത് ഈ അപകട റെസ്ക്യൂ നടക്കുന്ന സമയത്തൊക്കെ ഏറെ വൈകിയും ഈ വളരെയധികം ജനപ്രതിനിധികൾ ഈ സ്ഥലത്തുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ആരൊക്കെയാണ്, ഏതൊക്കെ പ്രമുഖർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്? ഒപ്പം എന്താണ് നിലവിൽ ഈ അവരുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ് എന്നുള്ളത്? ബന്ധു, മേയറും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ള ആളുകൾ, നഗരസഭയുടെ ആളുകളുണ്ട്, നഗരസഭാ സെക്രട്ടറി ഉണ്ട്, ജില്ലാ കളക്ടറുണ്ട്, ഒപ്പം തന്നെ MLA-മാർ VK പ്രശാന്തുണ്ട്, CK ഹരീന്ദ്രനും, അങ്ങനെ MLA-മാർ അടക്കമുള്ളവർ എല്ലാം തന്നെ ഈ പ്രദേശങ്ങളിലാകെ തന്നെ ഉണ്ട്. നിലവിൽ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളുണ്ട്, ഒപ്പം തന്നെ BJP-യുടെ നേതാക്കളെല്ലാം തന്നെ ഇവിടെ പരിസരത്ത് സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി പോകുന്നുണ്ട്. സ്വാഭാവികമായും എല്ലാ ജനപ്രതിനിധികളും എത്തുന്ന ഒരു സാഹചര്യം. ഇന്നലെ നമുക്കറിയാം, രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് DYFI-യുടെ അടക്കം സന്നദ്ധ പ്രവർത്തകരടക്കം എത്തിയാണ് ഈ മാൻഹോളിലേക്ക് ഇറങ്ങി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏർപ്പെട്ടത്. റോബോട്ടിക്സ്, ജെൻ റോബോട്ടിക് എന്ന് പറയുന്ന സംഘത്തിൻ്റെ അവരുടെ റോബോട്ടിക് സംവിധാനം 2 എണ്ണം കൊണ്ടുവന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചത്. ഇന്നലെ രാത്രി ഒരെണ്ണം എത്തി. അതാണ് ഈ മാൻഹോളിൽ നിന്നുള്ള വേസ്റ്റുകൾ അവർ സ്ഥിരമായി അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു റോബോട്ട് സംവിധാനമാണ്. ആ സംവിധാനം ഈ ഇതിലേക്ക് ഇറക്കി അവിടെ നിന്ന് മാലിന്യങ്ങൾ എടുത്ത് പുറത്തേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ആ ഉപകരണം എത്തിച്ചാണ് ഈ മാൻഹോളിൽ നിന്നുള്ള മാലിന്യങ്ങൾ പുറത്തേക്ക് എടുത്തത്. പിന്നീട് അതിനുശേഷമാണ് അവർ ഒരു 3 മണിക്കൂർ സമയമെടുത്ത് ഇൻസ്റ്റാൾ ചെയ്തൊരു പുതിയ സംവിധാനം കൊണ്ടുവന്നു. അതിൽ 3 സ്ഥലങ്ങളിലായി പ്രത്യേകം സജ്ജീകരിച്ച നമുക്ക് തുഴഞ്ഞു പോകുന്ന തരത്തിൽ ബോട്ടുകളിലും മറ്റും വെക്കുന്ന പ്രൊപ്പല്ലറുകൾ അടക്കം ഘടിപ്പിച്ചിട്ടുള്ള സംവിധാനമാണ്. അതിൻ്റെ മുകളിലായി 2 ക്യാമറകൾ ഘടിപ്പിച്ച ആ ക്യാമറകളാണ് ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ അടക്കം കണ്ടത് ഈ മാൻഹോളിനുള്ളിലേക്ക്, വലിയ ഹോളിനുള്ളിലേക്ക് പോയത്. അത് മാലിന്യങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം സഞ്ചരിക്കാൻ കഴിയുമെന്നൊരു ആശങ്ക അവർ ആദ്യം തന്നെ പ്രകടിപ്പിച്ചതാണ്. അത് നൽകുന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് NDRF കൂടി ഉള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും സ്കൂബ ഡൈവേഴ്സിൻ്റെ സംഘം ഇതിനൊപ്പം തന്നെ സഞ്ചരിക്കുന്നുണ്ട്. ഈ ക്യാമറയും കൊണ്ടുപോകുന്ന ഈ റോബോട്ടിക് സംവിധാനത്തിനൊപ്പം ഒരാൾ കൂടി നീന്തി മുന്നോട്ട് പോകും. അതിനനുസരിച്ച് മാത്രമായിരിക്കും കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുക. ആ ക്യാമറ പോകുന്ന സമയത്താണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ശരീരഭാഗത്തിൻ്റെതെന്ന് സംശയിക്കുന്ന ചില ദൃശ്യങ്ങൾ കണ്ടത്. പക്ഷേ അത് ശരീരഭാഗങ്ങളല്ല എന്നുള്ള പിന്നീട് പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ജനപ്രതിനിധികൾ ഇവിടെ തന്നെ തുടരുകയാണ്. നമ്മൾ ഇന്നലെ രാവിലെ ഈ സംഭവം ഉണ്ടായപ്പോൾ വന്ന മേയറാണ്. ആ മേയർ ഇവിടെ നിന്ന് രാത്രി തിരിച്ചു പോകുന്ന പുലർച്ചെ 3 മണിക്ക് നമ്മൾ ഇവിടുന്ന് മടങ്ങുന്ന അതേ സമയത്ത് തന്നെയാണ് മേയർ മടങ്ങുന്ന ഒരു 3 മണിയോടുകൂടി മടങ്ങുന്ന സാഹചര്യം. പക്ഷേ ആ മേയർ വീണ്ടും തിരിച്ച് 6 മണിക്ക് എത്തി ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, എത്രത്തോളം സാഹചര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് നമുക്ക് മേയറോട് തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? അല്ല, നിലവിൽ തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇത് തുടരുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഷിഫ്റ്റ് അനുസരിച്ചുകൊണ്ട് സ്കൂബ ടീമിംഗ് മാറി കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ സ്കൂബ ടീം വരുന്നുണ്ടോ? ഇപ്പോൾ പുതിയ സ്കൂബ ടീം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിൻ്റെ കൺട്രോൾ റൂം ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. രാവിലെ തീരുമാനിച്ച ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുതന്നെയാണ് സ്കൂബ ടീം. ഏതായാലും നേരത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞ പോലെ 25 അംഗ സ്കൂബ ടീം എന്തായാലും ഇവിടേക്ക് വീണ്ടും എത്തുകയാണ്. അവരായിരിക്കും, അതായത് ഇത് നേരത്തെ പോയ ആളുകളുടെ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ തന്നെ കണ്ടതാണ്. അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഈ റെയിൽവേയുടെ ട്രെയിനിൻ്റെ എഞ്ചിനൊക്കെ നിർത്തിയിരുന്ന സ്ഥലത്ത് വരുന്ന മാലിന്യങ്ങൾ കൂടി ഉള്ളതാണ്. സ്വാഭാവികമായും പെട്രോളും ഡീസലും ഒക്കെ ഇതിലേക്ക് ഇറങ്ങി ചെല്ലുന്നതുകൊണ്ട് തന്നെ മാലിന്യങ്ങൾക്ക് വലിയ ദുർഗന്ധമുണ്ട്. അതിനിടയിൽ നിന്ന് ഈ മാലിന്യത്തിൽ ഇറങ്ങി ചെന്ന് തിരച്ചിൽ നടത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ എത്തിക്കൽ മാത്രമാണ് ഷിഫ്റ്റ് അനുസരിച്ച് ആളുകളെ മാറ്റി ഇറക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഏതായാലും ഫയർഫോഴ്സിന്റെ മറ്റ് കൺട്രോൾ റൂം അടക്കം തുറന്നുകൊണ്ടുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് മേയർ അടക്കം വ്യക്തമാക്കിയത്. പ്രശാന്ത് സൂചിപ്പിച്ചാൽ പ്രശാന്ത്, മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് മാൻഹോളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഈ മുങ്ങൽ വിദഗ്ധരടക്കമുള്ള മനുഷ്യരുടെ സ്ഥിതി വിശേഷം കൂടെ നമ്മൾ പരിശോധിക്കേണ്ടത്. സ്വാഭാവികമായും വളരെയധികം വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ ഈ രക്ഷാപ്രവർത്തകർ നടത്തുമ്പോൾ അവർക്കും സ്വാഭാവികമായി ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ വന്ന പ്രതികരണവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചു
സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ പെട്രോൾ, ഡീസൽ അതുപോലെയുള്ള ചില ദ്രാവകങ്ങളുടെ അടക്കമുള്ള ചില അസഹനീയമായ ഗന്ധം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതും വളരെയധികം ഈ വെല്ലുവിളി നിറഞ്ഞതാണ്. ഒരുപക്ഷെ അകത്തോട്ട് ചെല്ലുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് കാരണമായിക്കില്ലേ എന്നുള്ളൊരു സംശയം കൂടി സ്വാഭാവികമായും സാധാരണ ജനങ്ങൾക്കുണ്ടാകുമല്ലോ. നിലവിൽ വായു, അതായത് ഓക്സിജൻ പ്രശ്നങ്ങളൊന്നുമില്ല, അത്തരത്തിൽ പ്രതിസന്ധികളില്ല എന്നുള്ളതാണ് സ്കൂബ ഡൈവേഴ്സ് അടക്കമുള്ള ആളുകൾ. നേരത്തെ അനു എന്ന് പറയുന്ന ആളടക്കമാണ് പോയത്. അദ്ദേഹത്തോട് നമ്മൾ സംസാരിച്ച ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നമ്മൾ ഓൾറെഡി നിലവിലെ സാഹചര്യത്തിൽ ഓക്സിജൻ സിലിണ്ടറുകളുമായാണ് പോകുന്നത്, അതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ വലിയ ഗന്ധം അവിടെയുണ്ട്. പ്രത്യേകിച്ച് ഈ കെമിക്കൽ അടക്കം സ്വാഭാവികമായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇത് രാസപ്രവർത്തനമൊക്കെ ഇതിൻ്റെ അകത്ത് നടക്കാനുള്ള സാധനങ്ങൾ, പ്ലാസ്റ്റിക്, ഒപ്പം തന്നെ ഡീസലിൻ്റെ അവശിഷ്ടങ്ങൾ, ഒപ്പം തന്നെ തുണി, അത്തരം നിരവധിയായ വസ്തുക്കൾ ഇതിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് സാധാരണ നമ്മൾ മാലിന്യം കാണുന്ന ഒരു അവസ്ഥയല്ല ആമയിഴഞ്ചാൻ തോട്ടിൽ, പ്രത്യേകിച്ച് ഈ റെയിൽവേയുടെ ഭാഗത്തുള്ളത്. പോയ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 2 തട്ടാണ് ഇത് എന്നുള്ളതാണ്. അതായത് ഒരു തട്ട് മാലിന്യം മുകളിലെ ഭാഗത്തുണ്ട്, അടിയിലൂടെ വെള്ളം ഒഴുകുന്നു, താഴെ വേറൊരു തട്ടിൽ അടിഭാഗത്ത് വലിയ രീതിയിൽ മാലിന്യം, അത് മേളിലും താഴെയും പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതിലൂടെ നടുക്കുകൂടി വേണമെങ്കിൽ പോകാം, പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ മുകളിലിരിക്കുന്ന ഭാഗം ഏതെങ്കിലും ഒരു ഭാഗം അടർന്നു വീണാൽ ഈ പോയ ആൾക്ക് ഒരു കാരണവശാലും പുറത്തേക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ അകത്തേക്ക് പോയ സ്കൂബ ഡൈവേഴ്സ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വെള്ളം കുറയുകയാണെങ്കിൽ ഇവർക്ക് നീന്തി പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ വളരെ പെട്ടെന്ന് തിരിച്ചു. പക്ഷേ വളരെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. 15 മിനിറ്റോളം അതിൻ്റെ ഉള്ളിൽ ചെന്ന് പരിശോധനകൾ നടത്തി എത്രത്തോളം അകത്തേക്ക് കയറാൻ കഴിയും അതെല്ലാം തന്നെ കൃത്യമായി നോക്കിയ ശേഷം മാത്രമാണ് ഇത്തരത്തിൽ സാഹചര്യങ്ങൾ മുന്നോട്ട് പോയത്. ഏതായാലും ഈ ഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനിയും ഇവരിറങ്ങുമെന്ന് തന്നെ. അത് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇനിയും ഇറങ്ങുന്നതിന് പ്രശ്നമില്ല, നിർദ്ദേശങ്ങൾ കിട്ടിയാൽ ഇനിയും ഇറങ്ങുന്നത്. കാരണം അത്രയും ആത്മാർത്ഥത്തോടുകൂടി തന്നെ, ഒപ്പം തന്നെ കൃത്യമായ പരിശോധനകൾ പൂർത്തിയാക്കി തന്നെയാണ് അവർ, പരിശീലനങ്ങൾ പൂർത്തിയാക്കി തന്നെയാണ് അവർ ഇതിനായി ഇറങ്ങുന്നത്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ആശങ്കയോ അങ്കലാപ്പോ അവരുടെ ഭാഗത്തില്ല. വളരെ ആത്മാർത്ഥത്തോടുകൂടി തന്നെയാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സംഘങ്ങളെല്ലാം തന്നെ, സ്കൂബ ഡൈവേഴ്സും എല്ലാം തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇനിയും അവരിറങ്ങാൻ തയ്യാറാണ്. പക്ഷേ നേരത്തെ മേയർ സൂചിപ്പിച്ച പോലെ തന്നെ ഇങ്ങനെ തുടർച്ചയായി ഇവരെ നിൽക്കുന്നത് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വളരെ മലിനമായ ജലമാണ്, അത്തരം പ്രതിസന്ധികൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിൻ്റെ പ്രത്യേക സംഘമെല്ലാം തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. സ്വാഭാവികമായും 3-4 പേരെ ഇറക്കി മറ്റുള്ളവർക്ക് വിശ്രമം കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയാണ് പുതിയ സംഘത്തെ ഇറക്കുന്നത്. 25 പേരടങ്ങുന്ന സ്കൂബ ഡൈവേഴ്സും ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ സംഘവും അല്പസമയത്തിനകം തന്നെ എത്തും. അവരായിരിക്കും. ശരി പ്രശാന്ത്, കെ പ്രശാന്തും ഒപ്പം ശ്യാമപ്രസാദാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്.